നമസ്കാരം. 2024 പ്രത്യേകിച്ച് 2024 ഏപ്രിൽ മാസത്തിൽ ശുഭകരമായിട്ടുള്ള പല യോഗങ്ങളും വന്നു ചേരുന്ന 9 നക്ഷത്രജാതകർ 2024 ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവർക്ക് പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങൾ വന്നു ചേരും. ഇവരുടെ സമ്പത്തൊക്കെ വർദ്ധിക്കുന്ന സമയം, ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തുന്ന സമയം, ഇവരുടെ സകല തടസ്സങ്ങളും നീങ്ങി ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, 2024 ഏപ്രിൽ മാസത്തിൽ വ്യാഴമാറ്റം സംഭവിക്കുന്നു. വിഷുവാണ്. മറ്റ് ചില ഗോചരഫലങ്ങളും ഇവർക്ക് വളരെയേറെ അനുകൂലമാണ്. ശുക്രസൗഭാഗ്യം എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം. ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ എല്ലാ സങ്കടങ്ങളും, ഈ 9 നക്ഷത്രജാതകരുടെയും എല്ലാ സങ്കടങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. അത് ധനപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും, അതല്ല ഇവരുടെ കുടുംബത്തിലെ സന്തോഷ കാര്യങ്ങളിലായാലും എല്ലാ രീതിയിലും ഇവർക്ക് നേട്ടമായിരിക്കും വന്നു ചേരുക. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും അവസാനിച്ച് ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അത്രയേറെ ഒരു നല്ല ഭാഗ്യ സമയമാണ് ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി വന്നു ചേരാൻ പോകുന്നത്. ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് നല്ല ധനമുണ്ടാക്കുവാനും, വീട്ടിൽ നല്ല സ്വസ്ഥതയുണ്ടാകാനും, നല്ല സമാധാനത്തോടു കൂടി ജീവിക്കുവാനും, പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തീരുമാനമെടുത്താൽ അതൊക്കെ 100% വിജയത്തിൽ കൊണ്ടെത്തിക്കുവാനും ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകും. ഇവരുടെ എല്ലാ ദുഃഖങ്ങളും അകന്ന് ഒരു മഹാരാജയോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു. ഒരു യോഗവും ഇല്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരുന്ന ഈ 9 നക്ഷത്രജാതകർക്ക് ഇനി അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരും. സകല സങ്കടങ്ങളും മാറിക്കിട്ടും. ഇപ്പോൾ ഇവർ എന്തിനാണോ പ്രതിസന്ധി അനുഭവിക്കുന്നത്, ഏത് കാര്യത്തിലാണോ തടസ്സം നേരിടുന്നത്, ഏത് കാര്യമാണോ നടക്കാതെ, ആ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടും, ഉറപ്പാണ്. മനസ്സ് വിഷമിപ്പിച്ചവർ ഞെട്ടുക തന്നെ ചെയ്യും. ഇന്ന് അർദ്ധരാത്രി കഴിയുമ്പോൾ ഈ നക്ഷത്രജാതകർക്ക് ഒരു നല്ല കാലം പിറക്കും. ധാരാളം ധനം ഇവരുടെ മുന്നിലേക്ക് വന്നു ചേരും. ആഗ്രഹിച്ചതൊക്കെ ഈ നക്ഷത്രജാതകർ നേടിയെടുക്കുക തന്നെ ചെയ്യും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നമായ ഒരു സമയമാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. നമുക്കറിയാം, 2024 സൂര്യഗ്രഹണം, അത് ഇവർക്ക് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. 150 വർഷങ്ങൾക്ക് ശേഷമുള്ള സൂര്യഗ്രഹണമാണിത്. അത്രയേറെ പ്രത്യേകതയുണ്ട് ഇപ്പോഴത്തെ സൂര്യഗ്രഹണത്തിന്. അതും ഇവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ഞാനൊരു പ്രത്യേക പൂജ നടത്തുന്നുണ്ട്. ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റത്തിന് കാരണമാകും. പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അല്ലാതെ എല്ലാ ദിവസവും ഗണപതി ഹോമമുണ്ട്, അതിലെയും നിങ്ങളെ പങ്കെടുപ്പിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും ആഞ്ജനേയ സ്വാമിയെ ഭജിക്കണം. ആഞ്ജനേയ സ്വാമി ക്ഷേത്ര ദർശനം നടത്തണം. കഴിയാത്തവർ അവരുടെ വീട്ടിനുള്ളിൽ പൂജാമുറിയിൽ ആഞ്ജനേയൻ്റെ ഒരു പടം വെച്ച് പ്രാർത്ഥിക്കുക, ദീപം ഒഴിഞ്ഞ് പ്രാർത്ഥിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾക്ക് കാരണമാകും. മാർച്ച് 31 ശേഷം വരുന്ന ഒരു വലിയ സൗഭാഗ്യമാണ് ഈ 9 നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടിയെടുക്കും. നടക്കാതെ പോയ ഏതൊരു കാര്യവും ഈ ഒരു സമയത്ത് സാധിക്കും. അത്ഭുതകരമായിട്ടുള്ള പല നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും, ഉറപ്പാണ്. നിങ്ങളുടെ ജീവിതം മാറും. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധ്യമാകുന്ന സമയമാണ്. കഷ്ടതകളൊക്കെ മാറി ഒത്തിരി സൗഭാഗ്യ സമ്പന്നതയിലേക്ക് നിങ്ങളെത്തും. അതിൽ ആദ്യത്തെ നക്ഷത്ര ജാതകർ
മകീരവും തിരുവാതിരയും പുണർദവുമാണ്. ഇവർക്ക് ഈ 2024 ഏപ്രിൽ മാസം രാജയോഗം തന്നെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരും. ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കും. ബിസിനസ്സിൽ ലാഭം വന്നു ചേരും. അവിവാഹിതർക്ക് നല്ല വിവാഹാലോചനകൾ വന്നു ചേരും. ധനത്തിൻ്റെ ഒരു പെരുമഴ ഇവരിൽ സൃഷ്ടിക്കും. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കും. രാജയോഗത്തിൻ്റെ സമയം, കേസരി യോഗത്തിൻ്റെ സമയം, ലോട്ടറി അടിക്കുന്ന സമയം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും പോകും. ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്ര ജാതകർ ഉത്രവും അത്തവും ചിത്തിരയുമാണ്. ധനവർദ്ധനവൊക്കെ വർദ്ധിക്കുന്ന സമയം, ഇഷ്ടകാര്യസാധ്യം, അതുപോലെ തന്നെ വില കൂടിയ കാറുകൾ നിങ്ങൾ വാങ്ങും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയും. ഇഷ്ടവസ്തുക്കൾ സ്വന്തമാക്കാൻ കഴിയും. രാജയോഗത്തിൻ്റെ സമയമാണ്. 2024 വിഷുഫലത്തിലെയും കേമന്മാരാണിവർ. കന്നിരാശിയിലെ ഉത്രവും അത്തവും ചിത്തിരയും. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലും കേമന്മാർ ഇവർ തന്നെയാണ്. ഇവർ വിജയിക്കും. ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറും. പുത്തൻ അവസരങ്ങൾ വന്നു ചേരും. നടക്കില്ല എന്ന് കരുതി ഇരുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടും. തടസ്സമില്ലാതെ പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുന്ന സമയമാണ്. പ്രാർത്ഥന വേണം. ദൈവം അത് കേൾക്കും. ബന്ധുക്കൾ ശത്രുക്കളാകാതെ സൂക്ഷിക്കണം. ജീവിതത്തിലെ നല്ല കാലം വരുന്നു. വഴിപാടുകൾ മറക്കരുത്. മുന്നോട്ട് കുതിക്കുക. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഉറപ്പാണ്. ഈ 9 നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളൊരു ഹനുമാൻ ഭക്തനാണ് എങ്കിൽ, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുള്ളവരാണ് എങ്കിൽ ഓം ആഞ്ജനേയ നമഃ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അല്ലെങ്കിൽ മനസ്സിലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യം നടന്നു കിട്ടും. അടുത്ത നക്ഷത്രം മൂലവും പൂരാടവും ഉത്രാടമാണ്. രാജയോഗത്തിൻ്റെ സമയമാണ്. ഇത് ധനുരാശിക്കാർക്ക് ഗുണം ചെയ്യുന്ന സമയമാണ്. വിദേശ രാജ്യത്തൊക്കെ പോകാൻ സാധിക്കും. ചിലപ്പോൾ അത് ബ്രിട്ടനാകാം, അമേരിക്കയാകാം. അവിടുന്നൊക്കെ നിങ്ങൾക്ക് ധനലാഭം വന്നു ചേരും. അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അല്പം ലാഭമൊക്കെ കിട്ടുന്ന സമയമാണ്. ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന സമയമാണ്. ജ്യോതിഷത്തിൽ ബുധൻ ബുദ്ധിയുടെയും യുക്തിയുടെയും സൗഹൃദത്തിൻ്റെയും സംസാരത്തിൻ്റെയും ഘടകമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബുധൻ അനുകൂലമാകുമ്പോൾ അവരുടെ ബിസിനസ് വർദ്ധിക്കുന്നു, ജീവിത നിലവാരം വർദ്ധിക്കുന്നു, ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു. ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ചും ഒരുപാട് നേട്ടമാണ്, ഒരുപാട് സൗഭാഗ്യമാണ്. ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ അവസാനിച്ച് സമ്പൽ സമൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും. ഇനി ഇവർക്ക് ഉയർച്ചയുടെ നാളുകളാണ്, സമൃദ്ധിയുടെ നാളുകളാണ്, സന്തോഷത്തിൻ്റെ നാളുകളാണ്. എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും, ഉറപ്പാണ്. അതുപോലെ തന്നെ ഈ ഒരു ചെറുമന്ത്രം നിങ്ങൾ ചൊല്ലുക. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഉണ്ടാക്കും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറും. മന്ത്രം ഇതാണ്: വായു കുമാര ആഞ്ജനേയ നമഃ, വായു കുമാര ആഞ്ജനേയ നമഃ, വായു കുമാര ആഞ്ജനേയ നമഃ. ഈ ഒരു മന്ത്രം നിങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ ജീവിതം ഒരുപാട് മാറ്റങ്ങളിലേക്ക് പോകും. അതുപോലെ നമഃശിവായ എന്നും ചൊല്ലുക. പ്രാർത്ഥന വിഫലമാകില്ല. കുബേര സമ്പത്ത് വന്നു ചേരും. ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകും. ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടും, ഉറപ്പാണ്. ഇത് 100% ഉറപ്പാണ്. നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും.